പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ വരുന്ന ദൈവമക്കളെ തള്ളി നിലത്തിടുന്ന ആത്മാവ് ഏതാണ്? തലയിൽ കൈവച്ച് തള്ളി മനുഷ്യരെ പുറകോട്ട് തള്ളിയിടുന്ന വ്യക്തികളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ എന്ന നിലയിലൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായങ്ങളും വളരെയധികം ആളുകൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാകുന്നു എന്ന നിലയിലുള്ള മറുപടികളും എനിക്ക് ലഭിച്ചു. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ ആ വീഡിയോയ്ക്കകത്ത് UK നടന്നൊരു മീറ്റിങ്ങിൽ പാസ്റ്റർ ടിനു ജോർജിനെ ഒരാൾ തള്ളിയിടുന്ന, ടിനു ജോർജ് നിലത്ത് തെറിച്ചുപോയി ഇങ്ങനെ കാലിട്ടടിക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് അമിതമായ വ്യക്തിപൂജ നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാളും ദൈവവചനത്തെക്കാളും പറഞ്ഞ വാക്യങ്ങൾ ബൈബിളിലുണ്ടോ, അതങ്ങനെ തന്നെ ആണോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ അന്ധമായ ഭക്തി മൂത്ത് ഒരുപാട് ന്യായീകരണങ്ങളുമായി പലരും രംഗത്ത് വന്നു. എന്നാൽ അതിനൊന്നും വചനാടിസ്ഥാനമില്ലാത്തത് കൊണ്ട് അത് കണ്ടില്ലെന്ന് അടിച്ചു വിടുകയാണ് ചെയ്തത്. എന്നാൽ പാസ്റ്റർ ടിനു ജോർജിൻ്റെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് ഇന്ന് എൻ്റെ പക്കൽ ലഭിച്ചു. നിലത്തേക്ക് തെറിച്ചു വീഴുന്നതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില ന്യായീകരണങ്ങളാണ് ആ വീഡിയോ. അത് കണ്ടപ്പോൾ ഇതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ മറുപടി പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ട കുറച്ച് ഭക്തന്മാർ അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ എൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ടിനു ജോർജ് പാസ്റ്റർ പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥത്തിൽ. അത് ബൈബിളിൽ അങ്ങനെ ആണോ എന്ന് പോലും പരിശോധിച്ച് കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം പറയുന്നത് എന്തായിരുന്നാലും അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത്. ബൈബിളിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ തയ്യാറാകാത്ത കുറച്ച് ആളുകൾ ഇന്നും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. പിന്നെ ചില ആളുകൾ ചിന്തിച്ചത്, പാസ്റ്റർ ടിനു ജോർജിനോട് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിണക്കമുണ്ടോ എന്ന നിലയിലാണ്. പാസ്റ്റർ ടിനു ജോർജിനെ നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കണം, ഷമീർ പാസ്റ്ററുമായി എന്തെങ്കിലും പിണക്കമുണ്ടോ? നാളിതുവരെ യാതൊരു പിണക്കങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, വ്യക്തിപരമായി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഭയ്ക്കും എതിരായി ചില പ്രതിസന്ധികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയാണ് ഞാൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ വിശ്വാസികളാണ് എന്ന ലേബലിൽ പലരെയും വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിക്കുന്ന ഒരു സംഘം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുന്നതായി അറിഞ്ഞപ്പോൾ ഞാൻ അവരെ പോയി കാണുകയും എൻ്റെ സ്നേഹിതരായ ചില പാസ്റ്റർമാരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ ചോദ്യം ചെയ്യുകയും അവർ ടിനു ജോർജ് പാസ്റ്ററിൻ്റെ ചർച്ചിലാണെന്ന് വ്യാജം പറഞ്ഞതനുസരിച്ച് ഞാൻ പാസ്റ്ററെ വിളിച്ച് വിവരം അറിയിച്ച് ഒഫീഷ്യലായി പാസ്റ്റർ സഭയിൽ പറയണം, ഇവരുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയണം, അല്ലെങ്കിൽ പാസ്റ്റർക്കും സഭയ്ക്കും അത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന് അറിവ് കൊടുക്കുകയും അദ്ദേഹം നന്ദി പറയുകയും ചെയ്ത അനുഭവങ്ങൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തോട് ഈ സമയം വരെയും വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. മാത്രമല്ല, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ചോദ്യം ചെയ്യുന്ന യാതൊരു കാര്യങ്ങളുമില്ല. അദ്ദേഹത്തെ തള്ളിയിട്ട ആത്മാവ് ഏതാണ് എന്നായിരുന്നു എൻ്റെ വീഡിയോയുടെ കണ്ടന്റ്. എന്നാൽ ഇങ്ങനെ ഒരു ന്യായീകരണ വീഡിയോ ഇറങ്ങിയ സ്ഥിതിക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിക്കുകയൂടെ ചെയ്തിട്ട് ഞാൻ ഈ വിഷയം ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും വ്യക്തിപരമായി ഓരോ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ ഉപദേശപ്രകാരമാകണം എന്നില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. കൃപാസനത്തിൽ പോകുന്ന ആളുകൾ പറയുന്നു, കൃപാസനം എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ മിക്സിയിലിട്ട് ചമ്മന്തിയുടെ കൂടെ അരച്ചിട്ട് ഒരു വ്യക്തിക്ക് കൊടുത്തപ്പോൾ ആ വ്യക്തിയുടെ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ മാറിയെന്നും വേറെ ആരുടെയോ മറ്റെന്തോ രോഗങ്ങൾ മാറിയെന്നും പറയുന്നു. അത് അവരുടെ അനുഭവമാണ് എന്ന് കരുതി ദൈവവചനത്തിൻ്റെ ഉപദേശം അതിനെ ശരിവെക്കുന്നില്ല. പേപ്പർ ചമ്മന്തി അരച്ചു കൊടുക്കാൻ പഠിപ്പിക്കാൻ വചനം അനുവദിക്കുന്നില്ല. ഇതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാകട്ടെ, അല്ലെങ്കിൽ അമൃതാനന്ദമയി എന്ന് പറയുന്ന അവരുടെ അടുക്കൽ പോകുന്നവരാകട്ടെ, അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റ് പല ആൾ ദൈവങ്ങളുടെ അടുക്കലൊക്കെ പോകുന്നവർക്കും എല്ലാം അനുഭവങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. മിറക്കിൾസ് നടക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ എവിടെ എന്ത് മിറക്കിൾ നടന്നാലും അതെല്ലാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് ചിന്തിക്കുന്നതാണ് പരാജയം. വേദപുസ്തകത്തിൽ മിറക്കിൾസ് ഉണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കാം, രോഗം സൗഖ്യമാകാം, ദൈവിക വിടുതലുകൾ സംഭവിക്കാം. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അനുഭവങ്ങളെല്ലാം വചന അടിസ്ഥാനമല്ല. എവിടെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോയി അവിടെ അയാളുടെ രോഗം മാറി എന്നുള്ളത് കൊണ്ട് അവിടെ ശരിയായ ദൈവവചനത്തിൻ്റെ പഥ്യോപദേശമാണ് പഠിപ്പിക്കുന്നത് എന്നർത്ഥമില്ല. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിൽ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ആരുടെ നാമത്തിൽ? നിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും കർത്താവ് പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ആളുകളെ പോലും നിത്യതയിൽ കൈക്കൊണ്ടില്ല എന്ന് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് ദൈവവചനത്തിൻ്റെ പഥ്യോപദേശം, ശരിയായ വചന പഠനം, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പാസ്റ്റർ ടിനു ജോർജിൻ്റെ ശുശ്രൂഷകളെ സംബന്ധിച്ച് അദ്ദേഹം നന്നായി സംസാരിക്കുന്ന, നന്നായി ദൈവവചനം പ്രസംഗിക്കാൻ കഴിയുന്ന, നന്നായി ദൈവവചനം കൈകാര്യം ചെയ്യാൻ കൃപയുള്ള ഒരു ദൈവദാസനാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. എന്നാൽ വചന ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഒരുപക്ഷെ താൻ ഒരു കൃപാവരക്കാരനോ അല്ലെങ്കിൽ എന്തൊക്കെയോ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് കാണിക്കാനോ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ചില പൊടിക്കൈകൾ, ആ പൊടിക്കൈകൾ വചനവിരുദ്ധമായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്ക് പ്രാരംഭത്തിൽ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വചനപ്രകാരം ശരിയാണോ എന്ന് നമുക്ക് വാക്യമെടുത്ത് തന്നെ പരിശോധിക്കാം. അത്രേ ഉള്ള കാര്യം. ഞാൻ നിങ്ങളോട്, എൻ്റെ കേൾവിക്കാരോടല്ല എപ്പോഴും പറയുന്നൊരു കാര്യം, ഷമീർ കൊല്ലം എന്തെങ്കിലും പറഞ്ഞാൽ അതല്ല അവസാനത്തെ വാക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കാനിരിക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ വേദപുസ്തകം തുറന്നു വെക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്, അതിൽ എൻ്റെതായ വ്യാഖ്യാനം ഞാൻ ചേർത്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് ശരിയാണ് എന്ന് ബോധ്യം തരുന്നെങ്കിൽ ആ ശരിക്ക് വേണ്ടി നിൽക്കണം. നിത്യതയ്ക്ക് അവകാശികളായി മാറണം. അതിനുവേണ്ടിയാണ് ഇത് പഠിപ്പിക്കുന്നത്, അദ്ദേഹത്തോട് വിരോധം ഉണ്ടായിട്ടല്ല. സോ നമുക്ക് അദ്ദേഹം ഈ നിലത്ത് വീഴുന്നത് സംബന്ധിച്ച് വചനത്തിൽ നിന്ന് പറഞ്ഞ ചില ന്യായീകരണങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് കേൾക്കാം. ജീവനുള്ള ദൈവത്തെ കണ്ട ശൗൽ, Paul the Apostle, ആ മനുഷ്യന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വാഹനമൃഗത്തിൽ നിന്ന് പൗലോസ് തറയെ വീണു, തപ്പിത്തടഞ്ഞു. Who you are, Lord? നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചു. പത്മോസിന്റെ ദ്വീപിൽ അപ്പോസ്റ്റൽ ജോൺ യേശുവിനെ സ്പിരിറ്റ് വെള്ളത്തിൽ കണ്ടു.
ബൈബിൾ പറയുന്നു, ആ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലേക്ക് പോയി. ദാനിയേൽ ഈ ദർശനം കണ്ടു. ബൈബിൾ പറയുന്നു, എന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു പോയി. യെഗസ്കേൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തു. അവൻ ആത്മവിവശതയിൽ പോയി കവന്നു വീണു. ആലയത്തിൽ നിന്ന പുരോഹിതന്മാർ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പ്രൈസ് ചെയ്യുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ ഇറങ്ങി വന്നു. മേഘം നിമിത്തം അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ ആ പുരോഹിതന്മാരെല്ലാം നിലത്തു വീണു. ദൈവം നിന്റെ അമ്മാച്ചന്റെ മോനല്ല. ഈസ് എ പവർഫുൾ ഗാഡ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കേട്ടല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 5 പോയിന്റുകളുണ്ട്. നിലത്ത് വീഴുന്നത് സംബന്ധിച്ച് പറഞ്ഞ 5 പോയിന്റുകളുണ്ട്. ആ 5 പോയിന്റുകളും നമ്മൾ ബൈബിൾ തുറക്കാൻ പോകുന്നു, പരിശോധിക്കാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞത് ബൈബിളിൽ, വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് എങ്കിൽ നമ്മളത് സമ്മതിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒന്നാമതായി പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ്, അഥവാ മുമ്പ് ശൗൽ എന്ന പേരിന് ഉടമസ്ഥനായിരുന്ന, പിന്നീട് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണു. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയതായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആത്മാവ് വ്യാപരിച്ചിട്ട് വീഴും എന്നുള്ള വിഷയത്തെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ തള്ളിയിടുന്നത് അതോ ദുരാത്മാവാണോ എന്നുള്ളതാണ് നമ്മുടെ കണ്ടന്റ്. പക്ഷെ അതിന് മറുപടിയായി അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പോയിന്റ്, പൗലോസ് അഥവാ ശൗല് കുതിരപ്പുറത്ത് നിന്ന് വീണു എന്നുള്ളതാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ അങ്ങനെ തന്നെ ഒന്ന് നിങ്ങൾ പരിശോധിക്കാം. വായിക്കുന്നു. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാകുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെ കൊന്നുകളയാൻ പുരോഹിതന്റെ അടുക്കൽ ചെന്ന്, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ശ്രദ്ധിക്കുക, ഈ അധികാരപത്രവുമായി 3-ാം വാക്യം, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശ്രദ്ധിക്കൂ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ശ്രദ്ധിക്കുക, ഇവിടെ പൗലോസ് കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് വീണു, ശരിയാണ്. പക്ഷെ അപ്പോൾ ശൗൽ ആരാണ്? ടിനോ ജോർജിനെ പോലെയോ അല്ലെങ്കിൽ എന്നെ പോലെയോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ പോലെയോ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വേണ്ടി ദൈവസന്നിധി ചെന്നപ്പോഴല്ല വീണത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹം സ്നാനപ്പെട്ടിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ ജോലി എന്താ? പ്രാർത്ഥിക്കുന്ന മാർഗക്കാരെ ഉപദ്രവിക്കാനും വേണ്ടി വന്നാൽ കൊല്ലാനുമുള്ള ആവേശത്തോടെയാണ് അദ്ദേഹം പാഞ്ഞു വരുന്നത്. അങ്ങനെ വരുന്ന മനുഷ്യനെയാണ് ദൈവകരം തൊട്ടിട്ട് അല്ലെങ്കിൽ ദൈവം അവനെ അടിച്ചിട്ട് കുതിരപ്പുറത്ത് അവൻ താഴെ വീഴുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് വിയോജിപ്പില്ല. എന്തായിരുന്നു നമ്മൾ ഇറക്കിയ വീഡിയോ, അല്ലെങ്കിൽ എന്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്? പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിയെ തള്ളിയിടുന്നത് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ കണ്ടന്റ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവപൈതലായി പൗലോസ് ലീഹ മാറിയതിനു ശേഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ താൻ ചെയ്ത ശുശ്രൂഷയിൽ എവിടെങ്കിലും പൗലോസിനെ ആരെങ്കിലും തള്ളിയിട്ടോ? പൗലോസിനെ തലേ കൈവച്ച് ആരെങ്കിലും മറിച്ചിട്ടോ? പൗലോസ് എവിടെങ്കിലും ആത്മാവ് കയറിയിട്ട് നിൽക്കാമോ എന്ന് പറഞ്ഞു ഉരുണ്ട് വീണോ? ഇല്ല. ദൈവത്തിനെതിരായി, ദൈവവേലയ്ക്ക് എതിരായി നിന്ന സമയത്ത് ദൈവം അടിച്ചു. അത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. ദൈവം പലരെയും തള്ളിയിട്ടിട്ടുണ്ട്. ആരെ? ദൈവത്തിന്, ദൈവപ്രവർത്തിക്ക് വിരോധമായി നിന്നവരെ ദൈവം തള്ളിയിട്ടിട്ടുണ്ട്.
ഇനി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും, ഇനിയും തള്ളിയിടും. പക്ഷെ ദൈവം തള്ളിയിടുന്നത്, ദൈവ പ്രവർത്തിക്കും ദൈവത്തിനും വിരോധമായി നിൽക്കുന്നവരെ ദൈവം അടിച്ചിട്ടുണ്ട്, അവരെ തള്ളിയിട്ടിട്ടുണ്ട്, ഇനിയും തള്ളിയിടും. നമ്മുടെ ടോപ്പിക് എന്താണ്? ദൈവസഭയിൽ പ്രാർത്ഥിക്കുവാൻ വരുന്ന, ആരാധിക്കാൻ വരുന്ന, കൺവെൻഷന് വരുന്ന, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്ന ദൈവമക്കൾ, കൈകൊട്ടിപ്പാടുന്ന, അന്യഭാഷ പറയുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, കർത്തൃമേശ എടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് പാഞ്ഞു വന്ന് അവരുടെ നെറ്റിയെ പിടിച്ച് തള്ളി 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 താഴോട്ടിടുന്നു, സ്പ്രിങ് പോലെ തെറിച്ചു പോകുന്നു. ഇത് ചെയ്യുന്ന ആത്മാവേത്? അതായിരുന്നു നമ്മുടെ വിഷയം. അതിന്റെ മറുപടിയാണോ ഇത്? ദൈവസഭയ്ക്ക് വിരോധമായി അവരെ ഉപദ്രവിക്കുവാനും കൊന്നുകളയാനും കുതിരപ്പുറത്ത് പാഞ്ഞുപോയ ശൗലെന്ന് പറയുന്ന മനുഷ്യന്റെ മേൽ ദൈവകരം വന്നതും ഇവര് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിൽക്കാൻ മേലാഞ്ഞിട്ട് പോകുന്നെന്ന് പറയുന്നിട്ട് എന്ത് ബന്ധം? അപ്പം ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പ്രസംഗം കേട്ടിട്ട് നേരെ വന്ന് കമന്റ് ചെയ്യുക. പൗലോസ് കുതിരപ്പുറത്തൊന്നും വീണില്ല, കമന്റ് എഴുതിയേക്കാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണ്? പത്മോസിൽ യോഹന്നാൻ ആത്മവിവശതയിലായി എന്നാണ്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക. 16 മുതൽ ഞാൻ വായിക്കുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു, ദൈവത്തിന്റെ വചനം. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട്, ശ്രദ്ധിക്കൂ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഇത്രേ ഉള്ളൂ വിഷയം. കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായ യോഹന്നാനെ അവിടെ ആരും തള്ളിയിട്ടില്ല. പരിശുദ്ധാത്മാവ് അവനെ തള്ളിമറിച്ചിട്ടില്ല. അവൻ മരിച്ചവനെ പോലെ അവന്റെ യേശുക്രിസ്തുവിന്റെ കാൽക്കൽ വീണു എന്നാണ്, നമസ്കരിച്ചു എന്നാണ്. കാൽക്കൽ വീണു എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, ദൈവസന്നിധിയിൽ നമസ്കരിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയാണോ? ഒരാള് ടച്ച് ഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് പുറകോട്ട് പോയി തലയിടിച്ച് നടുപിടിച്ച് വീഴുന്നു. ഇനി ഏറ്റവും വലിയ രസകരം, പരിശുദ്ധാത്മാവാണിത് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നതെങ്കിലും താഴെ വീണ് തല പൊട്ടാതിരിക്കാൻ ആളിനെ നിർത്തിയിട്ടുണ്ട്. അതെന്താ, ദൈവം ആരെങ്കിലും തല പൊട്ടിക്കോ? പരിശുദ്ധാത്മാവാണ് ഇവരെ മറിച്ചിടുന്നെങ്കിൽ ഇവരുടെ തല പൊട്ടി ഇവർ ചത്തുപോകാൻ ദൈവം ഇടയാക്കോ? ഇല്ല. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം എങ്ങാനും പൊട്ടിപ്പോയാലോ എന്ന് ഓർത്തിട്ട് പുറകിൽ ആളിനെ നിർത്തുന്നു. ടിനു ജോർജിന്റെ കണ്ണാടി വരെ ഊരി മാറ്റുന്നു, അത്രയും വിലയുള്ള കണ്ണാടി പൊട്ടിപ്പോകാതിരിക്കാൻ. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അപ്പൊ യോഹന്നാനെ ആരും തള്ളിയിട്ടില്ല. ഇനിയിപ്പോ തന്നെത്താൻ യോഹന്നാൻ ആത്മാവ് കയറിയിട്ട് പത്മോസ് മുഴുവൻ കിടന്ന് പേ പിടിച്ച പോലെ ഓടിയെന്നോ അത്തരത്തിലുള്ള ഒരു പ്രയോഗങ്ങളും വേദപുസ്തകത്തിലില്ല. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് അതാണ്. ഇനി മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദാനിയേൽ ഒരു ദർശനം കണ്ടപ്പോൾ ദാനിയേല് തനിക്ക് ക്ഷയിച്ചു പോയി, വീണുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആ ഭാഗം വായിക്കാം, എടുക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വായിക്കുകയാണ്. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്നു, ഈ മഹാദർശനം കണ്ടു. ദാനിയേൽ, എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല, എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്കൊട്ടും ബലമില്ലാതെയായി. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലം ക്ഷയിച്ചു പോയ പോലൊരു ബലഹീന അവസ്ഥയിൽ അദ്ദേഹമായി. ശരിയാണ്, ദർശനം കണ്ടപ്പോൾ എനിക്കൊട്ടും ബലമില്ലാതെയായി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. ദൈവത്തിൻ്റെ ശബ്ദം തൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ താൻ ബോധം കെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ്ണു വീണു. ദാനിയേലിനെ ആരെങ്കിലും തള്ളിയിട്ടോ? അവിടെയും നമ്മുടെ ചോദ്യം അതാണ്. ദാനിയേലിനെ ആരും തള്ളിയിട്ടില്ല. ടച്ച് ഫയർ എന്നും പറഞ്ഞ് ആരും എടുത്തെറിഞ്ഞില്ല. ഇനി എങ്ങനെയാ തന്നെ വീണത്? ആരും തൊടാതെ തന്നെ വീണല്ലോ. ഓക്കെ, എങ്ങനെയാ തന്നെ വീണത്? കവിണ്ണു വീണു. ഈ കവിണ്ണു വീഴുക എന്ന് പറഞ്ഞാൽ എന്താ? കവിണ്ണു വീഴുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമസ്കരിക്കുക
അതാണ് കവിണ്ണ് വീഴുക എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ പല പ്രാവശ്യം പലരും കവിണ്ണ് വീണിട്ടുണ്ട്. യേശുവിനെ കണ്ടിട്ട് യേശുവിന്റെ മുമ്പിൽ കവിണ്ണ് വീണു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അല്ല തള്ളി 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 പുറകോട്ട് കൊണ്ടുപോയി മറിച്ചിടുന്ന പരിപാടിയല്ല. പുറകോട്ട് വീണത് ആരാണെന്നും ഞാൻ പറയാം, അതിനും വാക്യമുണ്ട്. ഈ പുറകോട്ട് കൊണ്ടിടുന്നത് എന്താണെന്നും പറയാം. ഇപ്പൊ നമ്മൾ കവിണ്ണ് വീഴുന്നത് പഠിക്കാം. കവിണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമസ്കരിക്കുക എന്ന അർത്ഥമാണുള്ളത്. അത് ഷമീർ പാസ്റ്ററോട് ആര് പറഞ്ഞു? അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അത് നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? അല്ല. കവിണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമസ്കരിക്കുക എന്നുള്ളതിന് 2 വാക്യം ഞാൻ തെളിവായി തരാം. 1 കൊരിന്തി 14:25 വായിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മുഴുവൻ ദൈവവചനമാണ്. അതാദ്യം മനസ്സിലാക്കുക. ദൈവവചനം അല്ലാതെ സ്വന്തം വ്യാഖ്യാനവും അഭിപ്രായവും പറഞ്ഞ് കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം 3 വീഡിയോ വീതം വിട്ട് യൂട്യൂബിന്റെ റീച്ച് കൂട്ടാൻ ഇരിക്കുന്ന ആളല്ല ഞാൻ. ഇതുപോലൊരു വിഷയങ്ങൾ വരുമ്പോഴാണ് ആ വിഷയത്തിന് മറുപടിയുമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. വായിക്കാം. 1 കൊരിന്തി 14:25 ശ്രദ്ധിക്കുക. 24 തൊട്ട് വായിക്കാം. എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ, പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലാണ്, അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് നിങ്ങളുടെ ഇടയിൽ ദൈവം വാസ്തവമായി ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. വ്യാഖ്യാനം വേണ്ടല്ലോ. കവിണ്ണു വീഴുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമസ്കരിക്കുക. ഇനി ഒരു വാക്യം കൂടെ തെളിവ് തരാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 11:16 വായിക്കുകയാണ്. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്. ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് നമുക്ക് ഇറങ്ങി വേണമെന്ന് തോന്നിയാൽ ദൈവസന്നിധി നമുക്ക് നമസ്കരിക്കാം, കവിണ്ണു വീഴാം, നെടുമ്പാട് വീഴാം. ഇതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ചെയ്ത എന്താണ്? ഒരു വ്യക്തി ദൈവസന്നിധി നമസ്കരിക്കുന്നതിനെയോ കവിണ്ണു വീഴുന്നതിനെയോ ഇതൊന്നും അല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നമ്മളെന്താ ചോദ്യം ചെയ്തത്? പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളെ ടച്ച്, ഫയർ, പിടിച്ചോ, പ്രാപിച്ചോ, കത്തട്ടെ, പൊട്ടട്ടെ എന്ന് പറഞ്ഞ് ഇവരെ പിടിച്ച് തള്ളി തള്ളി ഇടുന്ന, ഇവർ തെറിച്ചു പോയി കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകളൊന്നും പരിശുദ്ധാത്മാവിലല്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ആ പറഞ്ഞതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച കാര്യമാണ് പറയുന്നത്. ഇനി അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അടുത്തത് യഹസ്കേൽ കവിണ്ണു വീണു എന്നുള്ളതാണ്. അതും വായിച്ചു നോക്കാം നമുക്ക്. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. യഹസ്കേൽ 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കാം. യഹസ്കേൽ 1-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസങ്ങളിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു, സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ കേട്ടു. ഇവിടെയും സംഭവിച്ചത് സെയിമാണ്. ദൈവത്തിന്റെ അരുളപ്പാടും ദൈവിക ദർശനവും കണ്ടപ്പോൾ ആ ദർശനത്തിന്റെ മുമ്പിൽ പ്രവാചകൻ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു. അതിനിപ്പോ എന്താണ് പ്രശ്നം? ഇവരിലൊക്കെ ഈ പരിശുദ്ധാത്മാവാണ് ഉള്ളതെങ്കിൽ ഇവരെല്ലാം ദൈവസന്നിധിയിൽ വിറച്ചും കൊണ്ട് മരിച്ചവനെ പോലെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുകയല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം ഈ ലെവല് കെട്ടി ചാടുന്നു, തുള്ളുന്നു, തെറിച്ചു പോകുന്നു, ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി വീഴുന്നു, അവിടുന്ന് ഇപ്പുറത്തോട്ട് പോയി വീഴുന്നു, കസേര എടുത്ത് തോളിലിടുന്നു, ഡെസ്കിന്റെ മേളെ കയറുന്നു, ജനലെ പിടിച്ചു തൂക്കുന്നു, പേ പിടിച്ച പോലെ നിന്ന് വിറയ്ക്കുന്നു, നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് എരിയുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. അല്ലാതെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശുശ്രൂഷകൾക്കും നമ്മൾ എതിരല്ല. ഇനി പഴയ നിയമത്തിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നേക്കും ഇരിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മേൽ വാഗ്ദത്ത പ്രകാരം അയച്ച കാലം മുതൽ ഇങ്ങോട്ട് വേദപുസ്തകത്തിൽ ഒരിടത്തും ഈ പറയുന്ന പൗലോസ്ലീഹയോ പത്രോസ്ലീഹയോ അങ്ങോട്ടുള്ള ആരെയും തള്ളിയിട്ടതായോ ഉന്തിയിട്ടതായോ പിടപ്പിച്ചതായോ നുരപ്പിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അതെല്ലാം ചെയ്യുന്നത് ദുരാത്മാവിൻ്റെതായിട്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ഇനി യേശുവിനെ പിടിക്കാൻ വന്ന പടയാളികൾ യേശുക്രിസ്തു ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് തെറിച്ച് അവരെല്ലാവരും നിലത്ത് വീണു എന്ന് പറയുന്നുണ്ട്. അതിനെ എടുത്ത് ന്യായീകരിച്ചുകൊണ്ട് വരികയാണ്. ഈ പടയാളികളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ സുഹൃത്തുക്കളെ?
ദൈവത്തിന് വിരോധമായി, അഥവാ മനുഷ്യപുത്രനെ ബന്ധിക്കാൻ, മനുഷ്യപുത്രനെ പിടിച്ചുകെട്ടാൻ, അവനെ ക്രൂശിപ്പാൻ എതിരാളികളായി വന്നവർ, അവർ ദൈവിക തേജസ്സിന്റെ മുമ്പിൽ വീഴട്ടെ. അങ്ങനെയുള്ള പ്രവൃത്തികൾ നടന്നോട്ടെ, നമുക്ക് എതിർപ്പില്ലല്ലോ. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ദാസന്മാര് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കേൾക്കാൻ വന്ന ജാതികളും യഹൂദരും വന്നുകൂടി. അവരിൽ പലരുടെയും ഭൂതം വിട്ടുപോയില്ലേ? പോകട്ടെ, നമുക്ക് വിരോധമില്ലല്ലോ. രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത വ്യക്തികൾ അവർ നിലത്ത് വീഴുകയോ പെടയ്ക്കോ ഉരുളുകയോ നുരയ്ക്കോ ഒക്കെ ചെയ്തിട്ട് അവരിലുള്ള അശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് വിട്ടുപോട്ടെ, സന്തോഷമേ ഉള്ളൂ. വിട്ടുപോയിട്ട് അവർ സുബോധത്തോടെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും നിത്യജീവൻ അവകാശിയായി തീരുകയും ചെയ്യട്ടെ. അത് ബൈബിളിന്റെ പ്രവൃത്തിയാണ്. അത് ഇന്നും നടക്കും, എതിർക്കുന്നില്ല. പക്ഷെ ഇവിടെയോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് കർത്തൃമേശ എടുക്കുന്ന, ആരാധിക്കുന്ന ആളുകളെയാണ് ഈ തള്ളി 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 മറിച്ചിടുന്നത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരാനായിട്ട് പറ്റില്ല. ഇനി അദ്ദേഹം പറഞ്ഞത്, ആലയത്തിൽ മേഘം വ്യാപരിച്ചപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ നിലത്ത് വീണു. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13-14 വാക്യങ്ങളാണ്. അവിടെയും പറയുന്നത് എന്താണ്? അവിടെയും പറയുന്നത് കവിണ്ണു വീണു, ദൈവത്തെ നമസ്കരിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒന്നും നമ്മൾ പറഞ്ഞ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഈ വീഡിയോ അങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് ടിനു ജോർജിന്റെ ഭക്തന്മാർക്ക് ആകെ ഉയ്യോ കണ്ടോ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ വാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കമന്റ് ഇടുക. നിങ്ങളെയൊക്കെ ഓർത്ത് സഹതാപമാണ് തോന്നുന്നത്. അപ്പോസ്തലനായ പൗലോസും ബർണബാസും ഒക്കെ ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ പ്രാർത്ഥിച്ച് സൗഖ്യം വെളിപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ പൂമാല കൊണ്ടുവന്ന് ഇവരെ ഇട്ട് സ്വീകരിക്കാൻ ശ്രമിച്ചപ്പോൾ വസ്ത്രം കീറിക്കൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ വെറും മനുഷ്യരാണ്. നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുക. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിന് മഹത്വം കൊടുക്കാനാ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ പ്രസംഗിച്ച ആളുകളെ മഹത്വപ്പെടുത്താനല്ല. നിങ്ങൾ ഇത്തരം വ്യക്തിപൂജ വിട്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കൂ. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു വീഡിയോ ഉണ്ട്. ഭൂതത്തെ പുറത്താക്കത്തില്ല എന്ന് യേശു പറഞ്ഞു. അപ്പം തള്ളി ഈ ഉന്തി ഇടുന്നതൊക്കെ ഭൂതമാണെങ്കിൽ ഭൂതം തന്നെ ഭൂതത്തെ പുറത്താക്കുമോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. യേശുവിനെ മലയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവർ അവനെ എറിയാൻ കയ്യിൽ കല്ലെടുത്തത്. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെ നോക്കി നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞത്. കാരണം ഭൂതം തിരിച്ചറിയുന്നു അത് ഭൂതമല്ല, അത് അഭിഷേകമാണ്. എന്നിട്ട് യേശു തന്നെ പറയുന്നു, ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റത്തില്ല. കാരണം പെന്തിക്കോസുകാരാ, നിന്നേക്കാൾ ഐക്യതയുണ്ട് ഭൂതങ്ങളുടെ ഇടയിൽ. അവർ തമ്മിൽ ചിത്രിക്കില്ല, വഴക്കുണ്ടാക്കില്ല. അവർ ഭയങ്കര യൂണിറ്റി ഉള്ളവരാണ്. 6000 പേരൊക്കെ ഒന്നിച്ചൊരു ശരീരത്തിൽ വർഷങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. നിന്റെ ചർച്ചിലാണെങ്കിൽ അത് 60 പീസായനെ. ഹല്ലേലൂയ. അപ്പൊ കണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഭൂതത്തിനെ പുറത്താക്കത്തില്ല. ശരിയാണ്. അതിന് അദ്ദേഹം പറയുന്ന ഒരല്പം എന്താ പറയുക, ഒരു പരിഹാസത്തോടെ പറയുന്നത്, ഭൂതത്തിന് ഭയങ്കര ഐക്യതയുണ്ട് എന്നാണ്. നിങ്ങൾ കേട്ടല്ലോ, ഭൂതത്തിന് ഭയങ്കര ഐക്യതയുണ്ട്. പെന്തക്കോസുകാരെ നിങ്ങളെപ്പോലല്ല. പോലെ കാണും ആയിരുന്നെങ്കിൽ, പെന്തക്കോസുകാരായിരുന്നെങ്കിൽ ഇപ്പൊ പലതും പല പീസായനെ. ഒരുത്തന്റെ മേൽ ഒത്തിരി ഭൂതം കയറി ഐക്യത്തോടിരുന്നു. അപ്പൊ ഭൂതത്തിന് ഭയങ്കര ഐക്യതയുണ്ട്, അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല അവര് എന്നാണ് പറഞ്ഞത്. ഞാനതിനോട് യോജിക്കുന്നു. കാരണം ഞാനും കണ്ടെടുത്തോളം അത് സത്യം. ഈ ഭൂതാത്മാക്കളെ കൊണ്ട് ആളുകളെ തള്ളിയിടാനും ടച്ച് ഫയർ കത്തട്ടെ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെല്ലാം ഭയങ്കര ഐക്യതയാണ്. നിങ്ങളൊന്ന് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി.
ഈ കള്ളന്മാരെല്ലാം തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്, ഭയങ്കര ഐക്യതയാണ്. പക്ഷെ വചനത്തിന് വേണ്ടി നിൽക്കണം, ഉപദേശത്തിന് വേണ്ടി നിൽക്കണമെന്ന് പറയുന്ന പെന്തക്കോസ്ത് സഭകളിലെ പല പാസ്റ്റർമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്, സത്യമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. തങ്ങളിൽ ആര് വലിയവൻ എന്ന് പറഞ്ഞിട്ട് അവർക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അതിനും വേണേ തെളിവ് തരാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 33-34 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അവൻ കഫർന്നഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്നവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിൽ ആരാണ് വലിയത് എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർക്കിടയിലും വഴക്കുണ്ടായിരുന്നു. ഇപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. IPC, AGയും ചർച്ച കോഡും ഷാരോണും അതുപോലുള്ള അടിസ്ഥാന സഭകൾ ഉപദേശത്തിന്റെ ഐക്യത്തിൽ അവർ ഒന്നായിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾ ആരും ഉപദേശത്തിൽ കത്രിക വെക്കുന്നില്ല. ഉപദേശം തന്നെയാണ്, ദുരുപദേശം പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷെ ഈ ദുരുപദേശം പറയുന്ന അണ്ണന്മാരെല്ലാം ഭയങ്കര ഐക്യതയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങളെന്നും ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഇവരെല്ലാം തമ്മിൽ ഭയങ്കര ഐക്യതയാണ്. ആ കാര്യത്തിൽ ടിനു ജോർജ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഭൂതങ്ങൾ തമ്മിൽ ഭയങ്കര ഐക്യതയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ പറഞ്ഞു വന്ന വിഷയം, ഭൂതത്തെ പുറത്താക്കത്തില്ല. ശരി, ഞാനത് സമ്മതിക്കുന്നു. ഭൂതത്തെ പുറത്താക്കത്തില്ല. ദൈവം ഭൂതാത്മാവിനെ പുറത്താക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. അത് ടിനു പാസ്റ്റർ പറഞ്ഞത് സത്യമാണ്. ദൈവം ഭൂതാത്മാവിനെ പുറത്താക്കും. അങ്ങനെയാണെങ്കിൽ ടിനു ജോർജ് പാസ്റ്ററെ തള്ളി പുറകോട്ടിട്ടത് ഒരു പാസ്റ്ററാണ്, ആഫ്രിക്കക്കാരൻ. വീണതും ഒരു പാസ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭൂതത്തെ എന്തായാലും പുറത്താക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ദൈവാത്മാവ്, ഒന്ന് ഭൂതാത്മാവ്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ വീണ ആളിലാണോ ഭൂതം സൗഖ്യമാക്കിയത് പരിശുദ്ധാത്മാവ്? അതല്ലെങ്കിൽ തള്ളിയ ആള് ഭൂതം, വീണയാള് ദൈവദാസൻ. അപ്പൊ ഇത് നിങ്ങൾ രണ്ടിൽ ആരാണ് ഭൂതം, ആരാണ് ദൈവദാസൻ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ട് അതുകൂടെ ഒന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ഭൂതത്തെ പുറത്താക്കത്തില്ല, അത് നമ്മളും സമ്മതിക്കുന്നുണ്ട്. ദൈവാത്മാവ് അത് ചെയ്യും, അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് ഭൂതം പോയി എന്നല്ലല്ലോ, നിങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിട്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ചെയ്തെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ പുറകോട്ട് വീഴ്ത്തുന്നത് എന്താണെന്ന് അറിയണ്ടേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് പിടിപ്പെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്കും ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നുമായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ സൂത്രം കാണിക്കുന്നവരാണ് പുറകോട്ട് പോയി തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് വീഴുന്നത്. അപ്പൊ കവിഴ്ന്ന് വീണ് ദൈവത്തെ നമസ്കരിക്കുന്നത് വേദപുസ്തകത്തിന് അടിസ്ഥാനമായിരിക്കുമ്പോൾ ഈ പുറകോട്ട് പോയി വീണ് കുടുങ്ങി തകർന്നു പോകാനിരിക്കുന്ന ഉടായിപ്പുകളെ കുറിച്ചാണ് പുറകോട്ട് വീഴ്ത്തുന്നതും പുറകോട്ട് വീഴുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇനി ചില ആളുകൾ അങ്ങ് നിരന്തരം കമന്റ് ഇടുക, ഷമീർ പാസ്റ്ററെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം തുറന്നു വെച്ച് അതിലെ വാക്യം വായിച്ച് സത്യവചനം യഥാർത്ഥമായി ജനങ്ങളെ പഠിപ്പിക്കുമ്പോഴാണോ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ആരാ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ പറയാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞു എന്നൊരാൾ നിങ്ങളെക്കുറിച്ച് പ്രചരിപ്പിച്ചാൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കോ ഇല്ലയോ? പറ. നിങ്ങളുടെ ഹൃദയം വേദനിക്കും. അയ്യോ ഞാനത് അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് നിങ്ങൾ പറയും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ആരാ? ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. 2020 കുറിച്ച് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, 2020 കുറിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഏകദേശം സെപ്റ്റംബർ മാസം തുടങ്ങി ഞാൻ ആഗ്രഹിച്ചു, ലോർഡ് ഐ വാണ്ട് ടു ഹിയർ ഫ്രം യു. എനിക്ക് അങ്ങിൽ നിന്ന് കേൾക്കണം. 2020 എന്ന വർഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും
ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും വേണ്ടി, സഭകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നോട് അറിയിച്ച ആലോചന ഇന്ന് രാത്രിയിൽ ഞാനിവിടെ വിളംബരം ചെയ്യാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു ദൈവദാസൻ എന്താണ് പറയുന്നതെന്ന്. കാരണം അവര് പറയുന്നതാണ് ദൈവം പ്രസ്താവിക്കുന്നത്, ദൈവം ഉറപ്പിക്കുന്നത്, ദൈവം കൺഫേം ചെയ്യുന്നത്. 2019 കരഞ്ഞവർ, 2017 നിലവിളിച്ചവർ, 2018 വിലപിച്ചവർ, അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. The year of 2020, the year of 2020, the year of 2020 is the year of flourishing. The year of flourishing. The year of flourishing. God is going to do that. You are going to flourish. You are going to flourish. 2020 നീ തഴയ്ക്കുന്ന വർഷം. 2020 നീ പുഷ്ടി പ്രാപിക്കുന്ന വർഷം. 2020 നീ നിന്റെ കുടുംബവും സഭയും തഴയ്ക്കുന്ന വർഷം. തഴയ്ക്കുന്ന വർഷം. ഇളം പുല്ല് പോലെ തഴയ്ക്കുന്ന വർഷം. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന വർഷം. കണ്ടല്ലോ, പരിചിതമായ വീഡിയോ ആണ്. 2020 പ്രവേശിക്കാൻ പോകുമ്പോൾ 2020 ഒരു തളിർപ്പിന്റെ അനുഗ്രഹത്തിന്റെ വർഷമാണെന്ന് പ്രവചിച്ച പാസ്റ്റർ ടിനു ജോർജിന്റെ വീഡിയോ തന്നെയാണത്. എന്റെ വിഷയം അതല്ല. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടോ, കർത്താവ് എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, 2020 കുറിച്ച് എന്താണ് പറയുന്നതെന്ന് എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നേരത്തെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്നാണ് പബ്ലിക്കായി പൊതുവേദിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അഥവാ സാക്ഷാൽ ദൈവം, അങ്ങനെ പറയാം, ദൈവം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു 2020 തളിർക്കുന്ന വർഷമാണ്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. ഒരുത്തനും വീട്ടിന്റെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ, ഒരു സഭയ്ക്കകത്ത് പോയിരുന്നു ഒന്ന് ആരാധിക്കാൻ പറ്റാത്ത നിലയിൽ, എത്രയോ ദൈവമക്കൾ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, മരണം താണ്ഡവമാടിയ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ശേഷമുള്ള പ്രളയം, അതുപോലെ എന്തെല്ലാം വിഷയങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാജം പറയുമോ? ദൈവം കള്ളം പറയുമോ? പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് ഒരു പബ്ലിക് മീഡിയയിൽ കണ്ട മുഴുവൻ ആളുകളോടും പച്ചയ്ക്ക് നുണ പറഞ്ഞപ്പോഴല്ലേ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? അല്ലേ? പോട്ടെ, ഒരു മനുഷ്യർക്ക് തെറ്റ് പറ്റാം, പോട്ടെ, ദൈവത്തിന്റെ പ്രവാചകനും തെറ്റുപറ്റാം, ഞാനത് എഗ്രി ചെയ്യുന്നു. ഞാനതിന് ബൈബിളിൽ തെളിവ് തരാം. ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, ദാവീദ് തന്റെ അരമനയിൽ വാഴുംകാലം യഹോവയുടെ പെട്ടകം തിരശീലയ്ക്ക് പുറകിൽ, കർട്ടന്റെ പുറകിൽ ഇരിക്കുന്ന കണ്ടിട്ടൊരു വിഷമം. നാഥാൻ പ്രവാചകനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ യഹോവയ്ക്ക് ഒരു ആലയം പണിയട്ടെ. നാഥാൻ ആരുടെ പ്രവാചകനാണ്? സാക്ഷാൽ ദൈവത്തിന്റെ പ്രവാചകൻ. പക്ഷെ പ്രവാചകൻ എന്ത് പറഞ്ഞു? രാജാവെ, അങ്ങ് പണിതോ, യഹോവയുടെ കൈ അങ്ങോട്ട് കൂടെ ഉണ്ട്, നടക്കട്ടെന്ന് പറഞ്ഞു. ദാവീദ് സുഖമായിട്ട് ഉറങ്ങി. അന്ന് രാത്രി നാഥാന്റെ ഉറക്കം പോയി. നാഥാനോട് യഹോവയായ ദൈവം പറഞ്ഞു, എനിക്ക് ആലയം പണിയേണ്ടത് അവനല്ല, നീ പോയി മാറ്റി പറയാൻ പറഞ്ഞു. പറഞ്ഞില്ലേ? ദൈവത്തിന്റെ പ്രവാചകനായതുകൊണ്ട് നാഥാൻ തിരിച്ചു ദാവീദിന്റെ അടുക്കൽ പോയി അത് മാറ്റി പറഞ്ഞു. അതാണ് ദൈവത്തിന്റെ പ്രവാചകന്റെ ലക്ഷണം. ടിനു ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന് അടുത്തൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ആളുകളോട് അടുത്ത വർഷം നീയൊക്കെ മുടിഞ്ഞു പോകും, ചത്തുപോകും, തൊലഞ്ഞു പോകും എന്നാണോ പറയേണ്ടതല്ല. എല്ലാവരും സന്തോഷത്തോടെ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവരെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹത്തിന്റെ 2 വാക്യമെടുത്ത് അവരെ ജനത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതായിരിക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് വ്യാജമാണെന്ന് ലോകം മുഴുവൻ കണ്ട് മനസ്സിലാക്കിയപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഒരു വീഡിയോയിൽ വന്നൊരു പ്രസ്താവന പറയാം. എൻ്റെ മാനുഷിക ബുദ്ധിയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങൾ അവർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാക്ഷാൽ ദൈവത്തിന്റെ പ്രവാചകനായി നിൽക്കുമായിരുന്നു. പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് വരെ.
അപ്പോഴേ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചില്ലേ? പരിശുദ്ധാത്മാവിന്റെ പേരിലല്ലേ ലോകം മുഴുവൻ കാണുന്ന ജനത്തോട് നുണ പറഞ്ഞത്? ശുശ്രൂഷിക്കുന്ന പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് നുണ പറഞ്ഞത്, വ്യാജം പറഞ്ഞത്? അപ്പൊ നിങ്ങൾ അദ്ദേഹത്തോടൊന്നും ചോദിക്കത്തില്ലേ പരിശുദ്ധാത്മാവിനെ എന്തിനാ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നതെന്ന്? ഞാൻ ശരിയായ നിലയിൽ ദൈവവചനം പഠിപ്പിക്കുമ്പോഴാണോ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾക്കൊക്കെ ബോധമില്ലേ? സുബോധമുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എനിക്കല്ലാതെ എന്താ ചോദിക്കാൻ പറ്റുക? ഏത് കാലത്താണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ഇതുപോലുള്ള വ്യാജം. അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണുക. ഇതിലൊരു വ്യാജമുണ്ട്. ആ വ്യാജം എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ ഞാൻ വീഡിയോ കാണിക്കാം. ശ്രദ്ധിക്കുക. ഇതിലൊരു അമ്മച്ചിയോട് മൈക്ക് മാറ്റി വെച്ചിട്ട് പാസ്റ്റർ ടിനു ജോർജ് ചെവിയിലോട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ ആരാ ഇവിടെ കൊണ്ടുവന്നത് എന്ന്. ആ അമ്മയുടെ നാവിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ജയശ്രീ എന്നാണ് ആ അമ്മ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ടിനു ജോർജിന്റെ ഭക്തന്മാരൊരു വാദത്തിന് വേണ്ടി പറയാണ്, അവര് ജയശ്രീ നല്ല പറഞ്ഞതെങ്കിലോ, ടിനു ജോർജ് പാസ്റ്റർ അങ്ങനെ അല്ല ചോദിച്ചതെങ്കിലോ, ശരി സമ്മതിച്ചു ഇരിക്കട്ടെ. അടുത്ത ചോദ്യം ടിനു ജോർജ് ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോണം. അതിനായി പറഞ്ഞു തരുന്നത്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് അവരിവിടെ വന്നിട്ടുണ്ടോ എന്നാണ്. അവരിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നേരത്തെ ചോദിച്ച ആരെക്കുറിച്ചാ? അവരെക്കുറിച്ച് തന്നെ. അപ്പൊ ആ അമ്മ പറയാ വന്നിട്ടുണ്ട് അല്ലേ, വന്നിട്ടുണ്ടെന്ന് പറയും. അവരെ മുമ്പോട്ട് വിളിക്കാൻ പറഞ്ഞു. മുമ്പോട്ട് വിളിച്ചിട്ട് പിന്നെ മൈക്കിലൂടെയാണ് പ്രകടനം. കംപ്ലീറ്റ് ആളുകളും കാണുക ചോദിക്കുകയാണ്, നിങ്ങളെന്നെ അറിയോ? ഇല്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ പേരറിയോ? ഒന്നുമില്ല. എന്നാൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു ജയശ്രീയുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ എല്ലാവരും അയ്യോ ജയശ്രീ എന്നുള്ള പേര് പാസ്റ്റർ അറിഞ്ഞു, പാസ്റ്റർ ദിവ്യനാണ്. ആ അമ്മച്ചിയോടാ ചോദിച്ചത്. ഇത് വളരെ ഇത് ഇങ്ങനെയുള്ള വ്യാജം ശുശ്രൂഷകളിൽ കാണിച്ചിട്ട് എന്താണ് പ്രയോജനം? ഇപ്പൊ പല ആളുകളുണ്ട് ഇങ്ങനെ, ഒരു പേരെന്നെ കാണിക്കുന്ന ഒരു പേര്, ഒരു ഡേറ്റ് എന്നെ കാണിക്കുന്നു സെപ്റ്റംബർ 12. അത് എന്താണ്? അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് എന്റെ ബർത്ത്ഡേ ആണ്. സെപ്റ്റംബർ 12 നിങ്ങളുടെ ബർത്ത്ഡേ ആണ്. കരങ്ങൾ അടിച്ച് സെപ്റ്റംബർ 12 ബർത്ത്ഡേ ആണ്. ഇനിയിപ്പോ എന്താ? ദൈവം എന്തിനാ ഇത് പറയുന്നതെന്നും കൂടെ പറ. സെപ്റ്റംബർ 12 ബർത്ത്ഡേ ആണല്ലോ, എന്താ ആ ദിവസം മാറ്റി വെക്കണമെന്നോ? അതോ അന്ന് പുറത്തിറങ്ങരുത്? എന്താ കാര്യം? എന്താ? അല്ല കാര്യമൊന്നുമില്ല. പിന്നെ ആ ഡേറ്റ് നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആരാ മോൻ? അത്രേ ഉള്ളൂ ഇവിടുത്തെ വിഷയം. അല്ലാതെ ഇതുകൊണ്ട് ദൈവം എന്തുദ്ദേശിക്കുന്നു? 9, 8, 4, 5, 3 ഒരു മൊബൈൽ നമ്പർ എന്നെ കാണിക്കുന്നു. ഉടനെ ഒരുത്തൻ കരഞ്ഞുകൊണ്ട് വരുന്നു, എന്റെ നമ്പറാണ്. ഓക്കെ, കരമടിച്ചത് ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? നമ്പർ മാറ്റണോ? അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് ദൈവം എന്താ ഉദ്ദേശിക്കണേ? ഇതെല്ലാം ഒരു നമ്പറാണ്. അപ്പൊ ഇത്തരം വ്യാജത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ആ വീഡിയോ നമുക്ക് കാണാം. അവരിവിടെ ഉണ്ടോ? അവരെന്ന് വിളിച്ചേ. ഇവരെ കൊണ്ടുവന്ന സഹോദരി ആരാ? എന്നോട് നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരികയോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസോ വല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ജയശ്രീയുടെ വിശ്വാസത്തെ ദൈവം മാനിക്കും. എന്താ നിങ്ങളുടെ പേരെന്നാ? അപ്പോ നിങ്ങൾ ഇതെല്ലാം കണ്ടു. അതുകൊണ്ട് ഈ ഭക്തന്മാരോട് ഞാൻ പറയുകയാണ്, പാസ്റ്റർ ടിനു ജോർജിനെ സംബന്ധിക്കുന്ന വീഡിയോകളോ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടോ അദ്ദേഹത്തിനെതിരായിട്ട് വീഡിയോ ചെയ്ത് കണ്ടിന്യൂസ് പോകാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല. അദ്ദേഹത്തിന്റെ പല വചന ശുശ്രൂഷകളും ഞാൻ കേൾക്കാറുണ്ട്. വളരെ ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിക്കുകയും അദ്ദേഹം പ്രസംഗിക്കുന്ന വചനം, ആ വചനം തന്നെ കേൾക്കുന്നവർക്ക് ആവശ്യത്തിനുള്ള ആശ്വാസത്തിനും സന്തോഷത്തിനും അനുഗ്രഹത്തിനും ഉള്ളതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ പൊടിക്കൈ കാണിക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കായി രംഗത്ത് വരുമ്പോഴാണ് പബ്ലിക്കായി തന്നെ ഇതിന് മറുപടി പറയേണ്ടതായ സാഹചര്യങ്ങൾ വരുന്നു. അല്ലാതെ വ്യക്തിവൈരാഗ്യങ്ങളൊന്നും തന്നെ ഇല്ല.
ടിനോ ജോർജ് പാസ്റ്റർ ഈ അടുത്ത സമയത്തും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തും എൻ്റെ അടുത്ത ടേബിളിൽ വന്നിരുന്നു, കണ്ടു, കൈ കൊടുത്തു, സംസാരിച്ചതാണ്. വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക, സത്യവചനത്തിന് വേണ്ടി നിൽക്കുക. ഷമീർ കൊല്ലവും അല്ല, ടിനോ പാസ്റ്ററും അല്ല, നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവിനും ദൈവവചനത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടാം, നിത്യതയിൽ ഉണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ. അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ വ്യക്തിപൂജ നടത്തി പോകുന്നെങ്കിൽ ഒടുവിൽ ഇവന്മാര് പറയുന്ന ആ തീ തന്നെയായിരിക്കും നിങ്ങളെ വിഴുകുന്നത്. കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന പൊയ്ക. അതിൽ പോയി വീഴാതിരിക്കാൻ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ, സുബോധം വെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.